കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ചില ജനാധിപത്യപരമായ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമരങ്ങളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റൊക്കെ ഭരിക്കുന്ന കേരളത്തിലൊക്കെ ഈ സമരങ്ങളെ അപ്പാടെ അവഗണിക്കുന്ന ഒരു സമീപനം കാണുന്നുണ്ട്. അതിൽ സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. സമാധാനപരമായ വ്യവസ്ഥാപിതമായ സമരങ്ങൾ ഭരണകൂടം ശ്രദ്ധിക്കണം. അതിനകത്ത് അതാണ് ജനാധിപത്യത്തിന്റെ ഒരു കാതൽ. വ്യവസ്ഥാപിതമായിരിക്കണം, സമാധാനപൂർണ്ണമായിരിക്കണം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമായിട്ട് ഞാൻ ഉന്നയിക്കുന്ന ഒരു കാര്യം. അന്യരെ ദ്രോഹിച്ചുകൊണ്ടുള്ള സമര പരിപാടികളോട് എനിക്ക് യോജിപ്പില്ല. ലൈക്ക് പെട്ടെന്നൊരു ഹൈവേ കയ്യേറുക, വാഹനങ്ങൾ ഇങ്ങനെ തുരിതരയായിട്ട് 500 വാഹനങ്ങൾ അവിടെ, 500 വാഹനങ്ങൾ ഇവിടെ, എന്റെ കാര്യം നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞൊക്കെയുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിനെതിരാണ്. അത് ഗുണ്ടായിസാണ്. അത് ജനാധിപത്യത്തിന്റെ സിലബസ് വരുന്ന കാര്യമല്ല. അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞില്ലെങ്കിൽ ഞാനത് പറയും. അതായത് നമ്മൾ പല രീതിയിലുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരു പരാതി ഉണ്ട്, അത് സ്റ്റേറ്റിനെ അറിയിക്കുക, പരിഹാരം, റിഡ്രസൽ, ഗ്രീവൻസ് റിഡ്രസൽ. അതിന് പല പല മാർഗ്ഗങ്ങളുണ്ട്. എഴുതണം, പറയണം, പല രീതിയുണ്ട്. അല്ല പിന്നെ കോടതി പോകണം. പിന്നെ അല്ലാതെ നിങ്ങൾ പറഞ്ഞ് ധർണ നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെയൊക്കെയുള്ള സാധനം, ആർക്കും ശല്യമില്ലാത്ത ശരിയായിട്ടുള്ള വ്യവസായ സമരങ്ങൾ ശ്രദ്ധിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ കാതൽ. അത് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ജനങ്ങളിൽ നിന്ന് അകലുന്നു, ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.